അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിന്ന് ഒരു സ്ഥലത്ത് പോവാ, ഒരു ഹിഡൻ ജം ഇൻ ദുബായ്. മുസ്തു അതിൻ്റെ ഉള്ളിൽ ക്യാമറ റെഡിയാക്കുന്നുണ്ട്. ദ ക്യാമറാമാൻ മുസ്തു. നമ്മുടെ വീഡിയോയുടെ പുറകിലെല്ലാം ഇവനെ കണ്ടിട്ടുള്ളൂ. ഇതാ വീഡിയോയുടെ ഫ്രണ്ടിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ മുസ്തു ആദ്യമായി. എന്താണ് മുസ്തു പറയാനുള്ളത്? ചോദിക്കല്ലേ, ഇത് നാളെക്കാരനാ? എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടോ പുറകെ നടക്കുന്ന ഒരേ ഒരു വ്യക്തി. എന്താ എടാ, മില്യൺസ് ആൻഡ് മില്യൺസ്, ഞാൻ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല, മില്യൺസ് ആൻഡ് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള പലരും മുസ്തുവിനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെയാണ് പാർക്കിങ്. അടിപൊളി, നല്ല ഫുള്ള് ഗ്രീനറി അല്ലേ? ദുബായിൽ ഈ ചൂടത്ത് എങ്ങനെ ഇങ്ങനെ മരങ്ങളെല്ലാം നിൽക്കുന്നത് അല്ലേ മുസ്തു? വെൽക്കം ടു ഫാം. എന്തോ രസം. അയ്യോ, ഇതാ ഇങ്ങനെയാണ് എൻട്രൻസിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? മുസ്തു അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നോക്ക്, ഇവനൊരു കില്ലാടി. എൻട്രൻസ് ഒക്കെ അടിപൊളി, ഫുള്ള് ഗ്രീനറി. നോക്ക്, അടിപൊളി ഇന്റീരിയർ കേട്ടോ. വലിയ കാര്യത്തിൽ നമ്മൾ ഫാമിലി വീഡിയോ എടുക്കാൻ പോയി, നടന്നില്ല, ക്യാമറ കയറ്റിയില്ല. ഫോൺ ഓഫ് ആക്കി ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുമ്പോഴാണ് അവിടുന്ന് ആട്ടി ബാക്കത്തെ കാട് വഴി ആട്ടി. എന്ത് ചെയ്യാൻ, ക്യാമറ വേണമെങ്കിൽ 500 റംസ് അങ്ങോട്ട് വേണം പോലും, പറ്റിയില്ല. നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ, അടിപൊളിയാണ്, സെറ്റാണ് അല്ലേ? സെറ്റല്ലേ? സ്ഥലം കാണിച്ചു കൊടുക്കാതെ സെറ്റാണ് പറഞ്ഞിട്ട്. അല്ല പോയിക്കോ, എന്തായാലും പോയിക്കോ, സെറ്റാണ് അല്ലേ? മെനു ഒന്നും നമ്മൾ കണ്ടില്ല, മെനുവിന്റെ പൈസ ഒന്നും കണ്ടില്ല. പക്ഷെ പുറത്തിറങ്ങിയ ലൊക്കേഷൻ കിട്ടില്ല, ഫോറിൻസ് ആണ്. ഇതേപോലെ ചെരുപ്പ് തൊട്ട് പോയിരുന്നത്. നമ്മൾ വിചാരിച്ചു എന്താ, ക്യാമറ ഉണ്ടെങ്കിൽ, ക്യാമറ കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. പക്ഷെ ക്യാമറ കയറ്റാണ്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് മോശമല്ലേ അല്ലേ? പിന്നെ കയറിയ പോലെ ഇറങ്ങി പോകും. ഓക്കെ, അപ്പോ കപ്പിൾസിന് പോവാം അല്ലേ? കപ്പിൾസിന് പറ്റിയ സ്പോട്ടാണ്. നല്ലൊരു വർക്ക് ചെയ്യാനൊക്കെ പറ്റും. അതെ, തണുപ്പും കൂടെ ആയി പറയണ്ട അല്ലേ? അവിടെ തണുപ്പും കൂടെ ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ഫുള്ളൊരു ഗ്രീനാണ്. തണുപ്പും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റാണ്. തണുപ്പായിട്ട് ഒന്നും കൂടെ പോവാം. എന്നിട്ട് നമ്മൾ ഫോണിൽ സാധാരണ എടുക്കാറില്ല. നമ്മുടെ ഐവ ദുബായിൽ പോകുന്ന വീഡിയോസ് ഫുള്ള് നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസാണ്. സോ നമ്മൾ ഫോണിൽ എടുക്കാറില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ. നിങ്ങൾ ഫോൺ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് കിട്ടും കേട്ടോ. സോ ഇഫ് യു വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്, ലൈക്ക് നൈസ് പ്ലേസ് ആക്ച്വലി. ധോണി പറയാം, എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇത്. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് കേട്ടോ. ഡെയിലി ഇങ്ങനത്തെ വ്ളോഗ് ഇടും, ഇങ്ങനെ അല്ലേ? അടുത്ത് നമ്മളൊരു മീറ്റിങ്ങിന് പോവാം, നമ്മുടെ ക്ലയൻറ്റിൻ്റെ മീറ്റിങ്ങിന് പോവാം. ശരി, നമുക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ എടുത്ത പോലെ വീഡിയോസ് ഇടാം അല്ലേ? കേട്ടോ, ഇതുപോലത്തെ ഐഡിയാസ് ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മളിങ്ങനെ ഡെയിലി വീഡിയോസ് ഇടും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. മെയിൻലി എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ പുറകിലിരിക്കുന്ന മുസ്തഫേനെ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്നാണ്. മുസ്തഫ എന്നല്ല കേട്ടോ, നമുക്കിനി മുസ്തു എന്ന് വിളിക്കണം. ഓക്കെ, അതിടും. ഇനി നമ്മുടെ മുസ്തു എന്നറിയപ്പെടും. അതെല്ലാം വിടും മോനെ, ഈ സാധനങ്ങളൊക്കെ ഇടാൻ പാടില്ല പോലും. ഇതെല്ലാം വരും, എല്ലാം വീഡിയോയിൽ വരാനുള്ളതാണ്. നമ്മൾ കട്ട് ചെയ്യാണ്ടിടും, പറയുന്ന കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാണ്ട്, ഓരോ ഷോട്ടും കട്ട് ചെയ്യാണ്ടിടും. ഈ നായിന്ന് വിളിച്ചാൽ അത് വിടും. ഞാൻ തരം വിളിക്കില്ല കേട്ടോ, ഞാൻ തരം വിളിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പൊ നമ്മളിപ്പോ മീന ബസാറിലാണുള്ളത്. ഇനിയുണ്ട് കേട്ടോ കുറെ. ഇവിടെ പാർക്കിംഗ് കിട്ടാനാണ് ടാസ്ക്. മീന ബസാർ, മീന ബസാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ മീനിലെ പാർക്കിംഗ്, മീന ബസാർ ഇവിടെ ദേറയിലേ. മുസ്തുവേ, ദേറെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? നല്ലൊരു ഓൺ സ്ഥലമല്ലേ അല്ലേ? ആക്റ്റീവാണ് എല്ലാവരും. മീൻസ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക എപ്പോഴും. കഷ്ടപ്പാടാണോ അതിന്? ഇവിടെ മുതലാളിക്കുമാർക്ക് വേണ്ടിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ പഴുത്തോളും. ആ ഒരു സാധനമാണ് ഇവിടെ കുറെ മില്യണേഴ്സ് ഉണ്ട്. പക്ഷെ ബില്യൺസിന്റെ സെയിൽ എവിടെ നടക്കണേ അല്ലേ? നമ്മളൊന്ന് നോക്കി നോക്കാം എത്ര ജ്വല്ലറി. ഈ പോണ മച്ചൊക്കെ
നീ എടുത്ത ബ്ലോഗ് ഞാൻ മറ്റേ വീശ ഉണ്ടല്ലോ, മറ്റേ വീശ മുറിഞ്ഞിട്ട് കൺവെശിട്ട് നടക്കണേ. അത് ശരിയാണ്, ആക്സിഡന്റിൽ പോയതാ. ഇവിടെ മൊത്തം കൺവെശിയാ. എന്താ ചെയ്യാ, അതൊക്കെ ഇടുവേ, ഇതൊക്കെ ഇടുന്നു. ഞാൻ കണ്ടു, ഇതൊന്നും കട്ട് ചെയ്യാണ്ട് ഞാൻ ഇടും. ആക്സിഡന്റിൽ പോയത് എന്താ ചെയ്യാ. ഇപ്പൊ ലൈസൻസ് ഉള്ള എനിക്ക് മാത്രമേ. ഇവന്മാർക്കൊന്നും ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. നാട്ടിൽ എത്ര രൂപ, 1.5 ലക്ഷം രൂപ കൊണ്ട കളഞ്ഞല്ലേ. എന്നെ എടുക്ക്, ഇങ്ങോട്ട് എടുക്ക്, എടാ മുഖം എടുക്ക്. നാട്ടിൽ 1.5 ലക്ഷം രൂപ കൊണ്ട കളഞ്ഞു അല്ലേ. എന്തിന്റെ ബ്രേക്കാന്ന് വിചാരിച്ചില്ല. ആക്സിലേറ്റർ ഒറ്റ കൊടുക്കുക, റിവേഴ്സ് ഇട്ടിട്ട് ബ്രേക്ക് ചവിട്ടിയതാ. ആക്സിലേറ്റർ ഒറ്റ ചവിട്ട്, റിവേഴ്സ് ഇട്ടിട്ട് ഒറ്റ പോകും. ചങ്ങായി ഫ്രണ്ടിലേക്ക് നോക്കിക്കോ, വണ്ടി പുറകിലേക്ക്. ലൈസൻസ് കിട്ടി. സൗന്ദര്യാസ്വാദനം എന്താ 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 നമ്മളല്ലേ വ്ളോഗ് എന്റെ പെരക്കാരാണ്. അതിനെന്താ ഇതൊക്കെ ഇടണോ? ലൈഫാണ് അല്ലേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫാണ് നമ്മൾ കാണിക്കാം. എന്താണ് ഞാൻ നോക്കണില്ല, ഞാൻ വായ നോക്കണില്ല, ഇജ്ജ് വായ നോക്കണ്ട്. കുറച്ച് സമയത്ത് ഇപ്പോൾ ട്രാഫിക്കില്ല അല്ലേ. അവിടെ 2 പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്ലൈൻറ്റിനെ മീറ്റ് ചെയ്യുന്നിടത്ത് കിട്ടുമെന്ന് വിചാരിച്ചോ, കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമുക്ക് എപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നോ അപ്പോൾ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി പിടിച്ച് കയറ്റണം. നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ പോകരുത്. അതുകൊണ്ട് ഞാനിപ്പം സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ലൈഫിൽ ഓരോ പാഠങ്ങളാണ്. അവിടെ എന്താ കഴിക്കാൻ? സ്പോട്ട് ഫറീസിയാൻ സ്റ്റാർ കഫ്റ്റീരിയ. നമുക്ക് ഇങ്ങനെയൊക്കെ കഫ്റ്റീരിയസിന്റെ ഒക്കെ ബ്ലോഗ് അവരെങ്ങനെ എടുക്കല്ലേ, ചപ്പൊക്കെ കിട്ടും. അവിടെ ഒരു പെണ്ണിങ്ങനെ ഇങ്ങനെ റൂം ചെയ്തെടുക്കുക. നിങ്ങൾ ഈ ദുബായിന്റെ 2 മോങ്ങളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ദുബായിക്ക് 2 മോങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് വിജയിച്ചവന്റെ, ഒന്ന് വിജയിക്കാൻ കഷ്ടപ്പെടുന്നവന്റെ. നമ്മളിതാ 2ാമത്തെ റൗണ്ട്. 2ാമത്തെ റൗണ്ട് തല ഇറങ്ങണോ ജീറോ കൊണ്ട് അടിച്ചിട്ട്. മീറ്റിംഗ് കഴിഞ്ഞ വെള്ളം കുടിച്ചതാ. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? சொல்லுங்கண்ணா எங்கிட்ட தமிழ் எப்படி இருக்கீங்க? ரொம்ப தானே நல்லா தானே, அவ்வளோதான். தமிழ் தெரியுதா உனக்கு? நேரம் ஆளோட சாப்பிட்டுக்கல சொல்லி இத்தனை நேரம் ஆள் கூட சாப்பிட்டேன். என்ன சாப்பிட்டேன் சொல்லி சொல்லி என்ன சொல்லு? இவ்வளவு நேரமா ஆள் கூட பேசிட்டு இருந்தேன். என்னது சொல்லுங்க, என்னது சொல்லுங்க. അതൊന്ന് പുള്ളിക്കാരത്തിന്റെ പേരെന്നാടാ ഈ ആളുടെ പേരെന്നാ? ഈ ഹിന്ദി നടി പേര് അറിയില്ല, അത് പേരെന്നാ? ഈ ഹിന്ദി നടിയുടെ പേരെന്നാ? പ്രിയങ്ക ചോപ്ര. അതാരാ? ഇതാരാ? പ്രിയങ്ക ചോപ്രയാണോ? ചെയ്യാനൊക്കെ ഇപ്പൊ കൊടുക്ക, പറയല. அவ்வளோதான். சாய் எனக்காண்ணா, ஃபில்டர் காஃபி வேணும். ஆமாண்ணா போதும் போதும். எப்படி இருக்கீங்க? സാരവണ ഭവനിലെ ഇങ്ങനെ എടുക്കുക. ഞാനിതാ കുറച്ച് ഇതിൽ ഇച്ചിരി വട പിടിക്കണം. വടയും കൂടെ എടുത്തു കഴിഞ്ഞ് കുറച്ച് ചട്ടയും കൂടെ എടുക്കുക. ഇതാ കൂടെ എടുക്കുക. എന്നിട്ട് ഇതാ അതിൽ ഫുൾ എണ്ണ കയറാം. ഇതുണ്ടോ, ഇതുണ്ടോ 3 മസാല കൂടെ മിക്സ് ആക്കിയിട്ട് വട വേണ്ടെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഒക്കെ പോയി. എന്താ ഓയിലാന്നേ. ഈ വട ഇങ്ങനല്ല കഴിക്കണ്ടേ, ഇതിൻ്റെ കൂടെ കഴിക്കണം, ദോശേൻ്റെ കൂടെ. ഈ വട സാമ്പാറും പിന്നെ ഈ വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ടേസ്റ്റ്. അടങ്ങിയിട്ടില്ല, അതെനിക്കിഷ്ടമല്ല, അതെനിക്കിഷ്ടമല്ല. ചായ, നല്ല ചായ. ഞാൻ പറയാതിരുന്നേ, എന്റെ നിറത്ത് നല്ലൊരു പൊള്ളലൊള്ളിക്കായിരുന്നു. അലൻ ജോസ് പേരെ കാണിക്കോ? കാണിക്കേ
ഇത് കാണിച്ചാ എടാ ഒന്ന് കാണിക്കടാ, അതൊന്ന് കാണിച്ചേ. ഇല്ല അതൊന്ന് കാണിച്ചാ, എടാ ഒന്ന് കാണിച്ച മുസ്തു. എടാ അലിഞ്ചു അവിടുത്തെ മൂപ്പർ ആൾക്കാർ വരെ നോക്കിച്ചിരിക്കും. നമ്മൾ ആൾക്കാർ നോക്കുന്നത് നമ്മളിങ്ങനെ ബ്ലോഗ് എടുക്കുന്ന രസമൊക്കെ പിന്നെ എങ്ങനെ എടുക്കുക അല്ലേ? രസമാണെന്ന് പറഞ്ഞു എങ്ങനെ എടുക്കുന്നത്. വണ്ടി അവിടെ ഇട്ടേ, അല്ല വണ്ടി അവിടെ ഇതാ കിടക്കുന്നു നമ്മുടെ റെഡ് ബ്യൂട്ടി. ഈ ഗ്രില്ല് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിച്ചോട്ടാ, സെറ്റപ്പ് ആക്കി തരാം. കണ്ടോ മസ്താങ്കിൽ നമ്മുടെ അടുത്ത് മാത്രം ആണോ? അങ്ങനല്ലേ? അങ്ങനല്ല മുസ്തോ, നമ്മുടെ അടുത്ത് മാത്രമല്ല ഗ്രില്ലുള്ളൂ. ആളും കൂടെ ഉണ്ട്, കൊടുക്കാം. നിങ്ങൾ പറഞ്ഞാൽ മതി, സാധനം എത്തിച്ചേരും. ചിടുക്കലി ചെങ്ങായി വ്ലോഗ് തുടങ്ങിക്കാം. എന്നിട്ടാണെങ്കിൽ മനുഷ്യന് ഫോൺ എടുക്കാനോ അപ്പിടാൻ പോലും സമയം കിട്ടില്ല. ഒക്കെ വീഡിയോ ഇങ്ങനെ എടുക്കുക. ആരാ മുസ്തു ഫോണിൽ? അതെപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കുക. റൂമിലെത്തി നമ്മുടെ എഡിറ്റർ ചെയ്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇതാ മുസ്തു, ഇതാ ഫോണ്, ഇതാ ഫോണ്. iPhone 17 Pro എടുത്താ നീ? ചെറിയ ഫോണല്ലോ. എത്ര രൂപയായി? 4000. iPhone 17 Pro ഇറങ്ങിയ പാടാ, മാഷാ അല്ലാഹ്. ഇതേതാ മോഡൽ? iPhone 17 ഏതാ? മിനി പ്രോ. iPhone 17 മിനി പ്രോ മേഡ് ഇൻ ജപ്പാൻ. ഓണാക്കിയാന്ന്, ഓണാക്കി കാണിച്ചാ. സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയില്ല ആൾക്കാർ. അത് ഊരിട്ട് ഇട ആക്കി ചങ്ങായി. ചാർജ് ഇല്ലടാ. iPhone 17 Pro ഫേസ് ലോക്ക് ഒക്കെ ഉണ്ടേ. മുസ്തു 2 ഉറക്കം കഴിഞ്ഞ്. അപ്പോൾ ഞാനിതാ നാളത്തേക്കുള്ള ടാസ്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് നാളത്തെ ഒരു 2 ഷൂട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.